ശരി, അപ്പം നോക്കിക്കോളൂ. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാം. നിങ്ങൾ ആ പടം വരയ്ക്കണം കേട്ടോ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് E/M റേഷ്യോ ജെ തോംസൺ കണ്ടുപിടിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട്. അതേപോലെ R.A. മില്ലിക്കൻ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. ആ സയൻറ്റിസ്റ്റ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻറ്റിലൂടെ ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചു. ഇലക്ട്രോണിൻ്റെ ചാർജ് എത്ര നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചാണ്. അതായത് സ്കൂളിൽ പഠിപ്പിച്ച് കാണത്തില്ല, ഞാൻ എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചാണ്. 1.6 × 10⁻⁻19 കൂളംബായിരിക്കും ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. അപ്പോൾ ഈ ചാർജ് കണ്ടുപിടിച്ച ആളിൻ്റെ പേരാണ് R.A. മില്ലിക്കൻ. ആ കണ്ടുപിടിച്ച എക്സ്പെരിമെൻറ്റിൻ്റെ പേരാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ്. അപ്പം അത് എഴുതാൻ നമുക്ക് നോക്കിക്കോളൂ. ചാർജ് ഓൺ ഇലക്ട്രോൺ, ഹെഡിങ് ചാർജ് ഓൺ ദ ഇലക്ട്രോൺ, ചാർജ് ഓൺ ദ ഇലക്ട്രോൺ, ചാർജ് ഓൺ ദ ഇലക്ട്രോൺ എഴുതാൻ നമുക്ക് R.A. മില്ലിക്കൻ ഡിറ്റർമൈൻഡ് the charge on electron by a method known as oil drop experiment. ഇനി എപ്പോഴും ആലോചിച്ചോണം, E എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഇലക്ട്രോൺ ആണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. E എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ ആണല്ലോ. അതിൻ്റെ വാല്യൂ ആണ് 1.6 × 10⁻⁻19 കൂളം. E എന്ന് ഇലക്ട്രോൺസ് എന്ന സിമ്പിൾ ഇടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ഇട്ടിട്ട് മുകളിലൊരു നെഗറ്റീവ് സൈൻ ആണ്. ഇത് ഇലക്ട്രോൺസ് ആണെന്ന് കാണിക്കാൻ. ഈ E എന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ചാർജ് ഓൺ ഇലക്ട്രോൺ എന്നാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്നാണ്. മനസ്സിലായോ? അതെപ്പോഴും ശ്രദ്ധിക്കണം, എല്ലാവർക്കും തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ ആണല്ലോ, തെറ്റി. അപ്പം നോക്കിയോ. ഇനി അടുത്തത് മാസ് ഓഫ് ഇലക്ട്രോൺ എന്നിരിക്കും. മാസ് ഓഫ് ഇലക്ട്രോൺ അതിനെ നമ്മൾ M⁻E എന്നാണ് എഴുതുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. ക്രിസ്റ്റിൻ ആ വീഡിയോ കണ്ടിരുന്നോ? കണ്ടു സർ. ആ നോട്ട്സ് ഒന്ന് എഴുതി എടുത്തേക്കണേ, അത്രയും സ്പേസ് വിട്ടിട്ടേ എഴുതാവൂ. ഓക്കെ സർ. ഇത് മാസ് ഓഫ് ഇലക്ട്രോൺ ഹെഡിങ് ആണ്, എഴുതിക്കോ. നമുക്ക് E/M റേഷ്യോ ആര് കണ്ടുപിടിച്ചു? ജെ തോംസൺ കണ്ടുപിടിച്ചു. അതെന്താണ്? E/M റേഷ്യോ. E/M റേഷ്യോ എത്രയായിരുന്നു? 1.758 × 10⁻11 ആയിരുന്നു, ആണല്ലോ. അതേപോലെ തന്നെ ഇയുടെ വാല്യൂ ഇപ്പോൾ ആര് കണ്ടുപിടിച്ചു? ഇയുടെ വാല്യൂ ആര് കണ്ടുപിടിച്ചത്? ഇയുടെ വാല്യൂ എന്തുവാടേ? R.A. മില്ലിക്കൻ കണ്ടുപിടിച്ചു. അതെത്ര? 1.6 × 10⁻⁻19 കൂളംബ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ ഈസിക്കൽ എന്തെന്ന് എഴുതാം? 1.758 × 10⁻11 എഴുതാം. അവിടെ നിന്ന് ഇതിങ്ങോട്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? 1.6 × 10⁻⁻19 ഡിവൈഡ് ബൈ എത്രയാ? 1.758 × 10⁻11 ഈസിക്കൽ എത്രയാ? മാസ് ഓഫ് ഇലക്ട്രോൺ. അങ്ങനെയാണ് മാസ് ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ പറ്റി. എത്രയാണ് മാസ് ഓഫ് ഇലക്ട്രോൺ? ഈസിക്കൽ ടു 9.1 × 10⁻31 kg ആകുന്നു. ഡൗട്ടുള്ളവർ ചോദിക്കണം. ഓക്കെ, അടുത്തത് ഹെഡിങ് എഴുതാം. ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ. ഹെഡിങ് എഴുതിക്കോ, ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ. ഏതാ എക്സ്പെരിമെന്റ് പഠിക്കണ്ട? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് പഠിക്കണ്ട. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെയാണ് ചാർജ് കണ്ടുപിടിച്ചതെന്ന് അറിഞ്ഞിരുന്നാൽ മതി ആരാന്ന് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പടമൊക്കെ വരയ്ക്കാനുണ്ട്. അതിൻ്റെ ഒരു സ്പ്രേ ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഒന്നും വേണ്ട.
അപ്പം ഇത് എഴുതിക്കും. എടേ അതിലും വലിയ സാധനം ഇപ്പോൾ വരുക. സാർ ആ ചോദിച്ചോ. സാർ മാസ് ഓഫ് ഇലക്ട്രോൺ ഒന്ന് കാണിക്കാവോ എഴുതി? കാണിക്കാം. അടുത്ത ഹെഡിങ് ഡിസ്കവറി ഓഫ് പ്രോട്ടോണേ. ഹെഡിങ് എഴുതിക്കും. എഴുതി സാർ. ഓക്കെ. ഡിസ്കവറി ഓഫ് പ്രോട്ടോണിനകത്ത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആര് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത് ആരാന്നറിയാമോ? ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നേരത്തെ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിനകത്തൂടെ എന്ത് കണ്ടുപിടിച്ചു? കാഥോഡ് റേയെ പറ്റി കണ്ടുപിടിച്ചെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതേ എക്സ്പെരിമെൻ്റ് തന്നെ, അതായത് നമ്മുടെ ആ ഡിസ്ചാർജ് ട്യൂബൊക്കെ അതേപോലെ തന്നെ. പക്ഷേ ഇവിടെ ആനോഡിൽ നിന്ന് കാഥോഡിൽ നിന്ന് ആനോഡിലേക്കല്ലേ കാഥോഡ് റേ പോയത്? ആണോ? പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് പോകുന്നത്. എന്നാൽ അതേ സമയം തന്നെ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് എന്ത് വരുന്നുണ്ട്? റേ വരുന്നുണ്ടെന്നുള്ളത് ഗോൾഡ്സ്റ്റീൻ പിന്നീട് കണ്ടുപിടിച്ചു. അപ്പോൾ അത് എന്താണ്, കുറേ കണ്ടുപിടുത്തങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് മനസ്സിലായത്. എന്ത്? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് റേ പോകുന്ന പോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും റേ പോകുന്നുണ്ട്. അത് പോസിറ്റീവ് ചാർജ് എൻ്റെ ബിഹേവിയർ ആണ് കാണിക്കുന്നത് എന്നുള്ള കാര്യം ഫൈനലൈസ് ചെയ്തു. ഓക്കെ, അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നോക്കിക്കോളൂ. അപ്പം ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ. അപ്പം അതിനകത്ത് ഗോൾഡ്സ്റ്റീൻ modified the discharge tube. നേരത്തെ ഡിസ്ചാർജ് ട്യൂബ് ഒന്ന് മോഡിഫൈ ചെയ്തു. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പീരിമെൻറ്റ് by making small holes അതിനെ പെർഫറേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. സ്മോൾ ഹോൾസ് ഇൻ കാഥോഡ്. നേരത്തെ സ്മോൾ ഹോൾസ് എവിടെയായിരുന്നു? ആനോഡിൽ. അതുകൊണ്ടാണ് കാഥോഡ് റേ അതിലൂടെ കടന്നു പോയിട്ട് അതിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്ന സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ വന്നിട്ട് ബ്രൈറ്റ് സ്പോട്ടുകൾ ഉണ്ടാക്കിയത്. അയാൾ എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻറ്റ് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? കാഥോഡിൽ ചെറിയ ഹോൾസ് ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ പുറകിൽ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ വെച്ചപ്പോൾ ആ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ അവിടെയും എന്തുണ്ടായി? സ്പോട്ടുകൾ ഉണ്ടായി. അപ്പോൾ മനസ്സിലായി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചാർജ് പാർട്ടിക്കിൾ പോകുന്ന പോലെ തന്നെ അവിടുന്ന് എന്തോ ഒരു ചാർജ് പാർട്ടിക്കിൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പം എഴുതാം നമുക്ക്. ആഫ്റ്റർ ഇവാക്യുവേറ്റിംഗ് the tube and applying high voltage he found that some rays were emitted from anode in the opposite direction of cathode ray. In the opposite direction of cathode ray. ഒരു ലൈൻ വിട്ടിട്ട് എഴുതുക. അടുത്ത ലൈനിൽ എഴുതുക. These rays deflect to the negatively charged plate of electric field. So they carry positive charge and were called as anode
റേ ഓർ കനാൽ റേ. കനാൽ റേ. ഓക്കെ ആണല്ലോ. അതായത് നേരത്തെ അതേ എക്സ്പെരിമെൻറ്റ് തന്നെ ഇത് വരയ്ക്കണ്ട, ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ച് കാണിക്കാം. അതായത് ഇത് നമ്മുടെ ഇവാക്യുവേറ്റഡ് ട്യൂബ്, ഇവിടെ വാക്വം പമ്പ്, ഇത് ആനോഡ് അല്ല ഇത് കാഥോഡ്, ഇത് ആനോഡ്. ഓക്കെ, ഇതിനെ നേരെ കൊണ്ട് ഹൈ വോൾട്ടേജ് ഇത് സോഴ്സിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. റഫായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പം ഇതിനകത്തെ പ്രഷറും ഒക്കെ ഹൈ വോൾട്ടേജും ലോ പ്രഷറും മെയിൻറ്റെയിൻ ചെയ്ത് ഇത് കാഥോഡാണ്, കാഥോഡിന് എന്താണ് നെഗറ്റീവ് ചാർജ്, ഇത് ആനോഡാണ്, ആനോഡിന് പോസിറ്റീവ് ചാർജ്. ഓക്കെ, നേരത്തെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരുന്നു റേ പോയത്. അതെങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിഴുത്തകൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു സിങ്ക് സൾഫേറ്റ് സ്ക്രീൻ വെച്ചപ്പോൾ അവിടെ ബ്രൈറ്റ് സ്പോട്ടുകൾ ഉണ്ടായി. എന്നിട്ട് മറ്റേ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോൾ അത് പോസിറ്റീവ് ചാർജ് പ്ലേറ്റിൻ്റെ അങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്തപ്പോൾ മനസ്സിലായി ആ വരുന്ന പാർട്ടിക്കിൾ ചാർജാണ്, അത് നെഗറ്റീവ് ചാർജാണ്. എന്നാൽ ഇപ്പോഴത്തെ എക്സ്പെരിമെൻറ്റിൽ ഇദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? ഇവിടെ അതായത് കാഥോഡിൽ ഹോളുകൾ ഉണ്ടാക്കി, എന്നിട്ട് ഇവിടെ സിങ്ക് സൾഫേറ്റ് സ്ക്രീൻ കൊണ്ടുവച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് കുറച്ച് റേ ഇതുവഴി കയറി ഈ സിങ്ക് സൾഫേറ്റ് സ്ക്രീനിൽ ബ്രൈറ്റ് സ്പോട്ടുകൾ ഉണ്ടാക്കിയപ്പോൾ മനസ്സിലായി ഇവിടെ നിന്ന് മറ്റേ റേസിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തോ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നുണ്ടെന്നും. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ കൊടുത്തപ്പോൾ അതെന്ത് ചെയ്തു? ഇലക്ട്രിക് ഫീൽഡിൻ്റെ നെഗറ്റീവ് പ്ലേറ്റിലോട്ട് അട്രാക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ മനസ്സിലായി ഈ ചാർജ് പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഈ എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിനെയാണ് നമ്മൾ കനാൽ റേ അഥവാ ആനോഡ് റേ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉള്ളവർ ചോദിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ ആണല്ലോ? ഏതാ? ആനോഡ് റേ എന്ന് പറയുമ്പോൾ പിന്നീട് പ്രോട്ടോൺ എന്ന് പിന്നീട് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇലക്ട്രോൺ എന്നല്ല കണ്ടുപിടിച്ചത് പേര്, അതിനെ കാഥോഡ് റേ എന്നാണ് ആദ്യം കണ്ടുപിടിച്ചത്. കാഥോഡ് റേ പാർട്ടിക്കിൾ എന്നായിരുന്നു ആദ്യം ഇലക്ട്രോണിൻ്റെ പേര്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇലക്ട്രോൺ അതിന് നെയിം ചെയ്തത്. മനസ്സിലായി? ഇവിടെ അതേപോലെ തന്നെ കനാൽ റേയിലെ ആനോഡ് റേ തന്നെ ആനോഡ് റേ പാർട്ടിക്കിൾ എന്നൊക്കെയായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് പ്രോട്ടോൺ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് ആക്കിയത്. അർജുന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? അർജുൻ ഇടയ്ക്കിടയ്ക്ക് കട്ടാകുന്നുണ്ട് സാർ. എന്താ വൈഫൈ ആണോ? ആ വൈഫൈ. പിന്നെന്തോ പറ്റി? എഴുതിയെടുത്തോ? എഴുതിയെടുത്തു, ഫുൾ എഴുതിയെടുത്തു. ഇത്രയും വരെ എഴുതിയോ? ഫുൾ എഴുതി. ഞാൻ പറയുന്നത് കേട്ടോ? മനസ്സിലായിരുന്നോ? കേട്ടു. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഥോഡ് റേ കാഥോഡിൽ നിന്ന് ആനോഡിലേക്കും, ആനോഡ് റേ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കുമാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനിയും ഹെഡിങ് എഴുതുക, പ്രോപ്പർട്ടീസ് ഓഫ് കനാൽ റേ. പ്രോപ്പർട്ടീസ് ഓഫ് കനാൽ റേ. പ്രോപ്പർട്ടീസ് ഓഫ് കനാൽ റേ. അതിൽ ഒന്നാമത്തേത് they depend on nature of gas present in nature of gas present in nature of gas present in cathode ray tube. നേരത്തെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നോ? കാഥോഡ് റേ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നോ? ഇല്ല. അതിൻ്റെ നേച്ചർ ഓഫ് ഗ്യാസിനെയോ ഇലക്ട്രോഡിൻ്റെ ഇതിനെയോ ഒന്നും എന്ത് ചെയ്യുന്നില്ലായിരുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇത് ഡിപ്പെൻഡ് ചെയ്യും. because these are positively charged gaseous ion. രണ്ടാമത്തേത്, അതായത് നേരത്തെ കാഥോഡ് റേ അതിനകത്തുള്ള ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു, പക്ഷെ ആനോഡ് റേ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആനോഡ് റേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ഗേഷ്യസ് മോളിക്യൂളാണ്. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചോണം. ഓക്കെ, അത് കൂടുതലായിട്ടൊന്നും അത് അവിടെ പറയാനാണെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്നറിയോ? ഈ നമ്മുടെ ഇതിനകത്ത് ഉണ്ടാകുന്ന കനാൽ റേ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണ്. ശരിക്കും ആ ഇലക്ട്രോൺ എന്താണെന്നറിയോ? ഇലക്ട്രോൺ എന്താ? എങ്ങനെ ഇലക്ട്രോൺ ഉണ്ടാകുന്നത്? ഇലക്ട്രോൺ ഉണ്ടാകുന്നത് ഈ കാഥോഡിൽ നിന്ന് ഉണ്ടായി അങ്ങോട്ടേക്ക് പോവുകയല്ല ശരിക്കും ചെയ്യുന്നത്.
ഇതിനകത്തുള്ള ഗ്യാസ് പാർട്ടിക്കിളിൻ്റെ ആറ്റങ്ങളുണ്ടല്ലോ, ആ ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകുന്നതുകൊണ്ട് തൽക്കാലം നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് കനാൽ റേ അല്ല കാഥോഡ് റേ ആണെന്നും, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ത് റേ ആണ്, ആനോഡ് റേ ആണെന്നും കരുതിയാൽ മതി. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിനിടയ്ക്കുള്ള, അതായത് ഇങ്ങോട്ടേക്ക് വരുന്ന ആനോഡ് റേ എന്ത് ചെയ്യും, ആനോഡ് റേ ഇതിനകത്തുള്ള പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഗേഷ്യസ്. കാരണം എന്താണെന്നറിയോ, ഗേഷ്യസ് മോളിക്കൂള് ഈ കാഥോഡ് റേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന സമയത്ത് അയോൺസ് ആയിട്ട് മാറും. അപ്പോൾ അയോൺസും പോസിറ്റീവാണ്, ഇവിടെ നിന്ന് വരുന്ന ആൾക്കാരും പോസിറ്റീവാണ്. അപ്പോൾ ആ പോസിറ്റീവ് ഈ പോസിറ്റീവും തമ്മിൽ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് അഫക്റ്റ് ചെയ്യുമെന്നുള്ളത്. മനസ്സിലായോ? തൽക്കാലം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട, ഓർത്ത് വെക്കണ്ട. എന്ത് ചെയ്താൽ മതി, അതായത് ഈ കാഥോഡ് റേ അതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിനെ ഗ്യാസ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്തില്ല, ആനോഡ് റേ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. വേറെ ഒന്നും ചിന്തിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, ഇനിയും നെഗറ്റീവ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ഗേഷ്യസ് അയോൺ, നെഗറ്റീവ്ലി എന്നല്ല പോസിറ്റീവ്ലിയാണ്. ഓക്കെ, നോക്കിക്കോളൂ. ഇനി അടുത്തത് ദ ചാർജ് ടു മാസ് റേഷ്യോ, the charge to mass ratio of this particle depends on the nature of gas. അതായത് ആനോഡ് റേ നേച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ എന്ത് ചെയ്യും, അതിനെ ഡിപ്പെൻഡ് ചെയ്യും, നേച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്താൽ മതി, കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും പോകണ്ട. ഇനിയും അതേപോലെ തന്നെ they also travel in straight line. They also travel in straight line. They also travel in straight line. അടുത്തത് they can produce heating effect. They can produce heating effect and can do mechanical work. മറ്റേനും അതുപോലെ തന്നെയായിരുന്നു, കൈനറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു, അതുകൊണ്ട് മെക്കാനിക്കൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവർക്ക് ഹീറ്റിംഗ് എഫക്റ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ആൻഡ് ക്യാൻ ഡു മെക്കാനിക്കൽ വർക്ക്. The behavior of these particle in electric and magnetic field is opposite to that observed for cathode ray. They are invisible. ഇതും കൂടെ എഴുതിക്കുക. They are invisible. മറ്റേതും അതുപോലെ തന്നെയായിരുന്നു, invisible. They are invisible and can be observed. എങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും? ഫ്ലൂറസെന്റ് മെറ്റീരിയൽ വെച്ചാൽ മതി, ശരിയല്ലേ? ആൻഡ് ക്യാൻ ബി ഒബ്സർവ്ഡ് with the help of phosphorescent material,
ഫോസ്ഫോറസെൻ്റ് ഓർ ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ. നേരത്തെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും എക്സ്പെരിമെൻ്റ് എല്ലാം അതേപോലെ തന്നെ, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്നുള്ളതാണ്. ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ ലൈറ്റ് വന്ന് മേടിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേടാ, കൊതുകിനെ അടിക്കുന്ന ബാറ്റിൽ കൊതുക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് സ്പാർക്ക് ഉണ്ടാവും, സ്പോട്ടുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റാണ്, അല്ല സോറി, ഒരു കോമ്പൗണ്ടാണ്. അത് തന്നെ ഫോസ്ഫോറസൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് വന്ന് ഇതാക്കുമ്പോൾ ആക്റ്റീവ് ആകുന്ന മെറ്റീരിയൽസിനാണ് ഫോസ്ഫോറസൻ മെറ്റീരിയൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫ്ലൂറസൻ നിങ്ങൾ കണ്ടില്ലേ, മറ്റേ ഡിവൈഡറൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ഡിവൈഡറിലൊക്കെ, നിങ്ങൾ രാത്രി പോകുന്ന സമയത്ത് ഡിവൈഡറിലൊക്കെ ഒരു മഞ്ഞ ലൈറ്റ് ഒട്ടിച്ച് വെക്കും. മഞ്ഞ ലൈറ്റ് അല്ല, ഒരു മഞ്ഞ സ്റ്റിക്കർ പോലെ ഒട്ടിച്ച് വെക്കും, അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ ഒട്ടിച്ച് വെക്കും. ലൈറ്റ് അടിക്കുമ്പോൾ തിളങ്ങും. അതൊക്കെ ഫ്ലൂറസൻ മെറ്റീരിയലാണ്. ലൈറ്റ് വന്ന് കഴിയുമ്പോൾ ബ്രൈറ്റ് ആവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ചിലർ കണ്ടിട്ടില്ലേ, മറ്റേ ട്രാഫിക് പോലീസൊക്കെ കണ്ടിട്ടില്ലേ, ഒരു പച്ച കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. ആ പച്ചക്കോട്ട് ലൈറ്റ് അടിക്കുമ്പോഴാണ് പച്ചയാണെന്ന് മനസ്സിലാകുന്നത്. നല്ലതായിട്ട് ബ്രൈറ്റ് ആവും. മനസ്സിലായി? രാത്രിയിലൊക്കെ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്നവർക്ക് എന്താ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഫ്ലൂറസൻ മെറ്റീരിയൽ അതിൽ വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ ഒന്ന് എഴുതി വെച്ചാൽ ഇതിന് താഴോട്ട്, അത് 6ഉം 7ഉം ആയിട്ടൊന്നും എഴുതണ്ട, ജസ്റ്റ് എഴുതുക. ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടോൺ ഹൈഡ്രജൻ ആറ്റമാണ്. ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടോൺ എന്ന് പറയുന്നത്, അത് വേണം നമുക്കിങ്ങനെ എഴുതാം. ദ സ്മോളസ്റ്റ് ഒരു ആരോ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് അയോൺസ് വാസ് obtained from hydrogen and was called proton ശരിക്കും ആ ഹൈഡ്രജൻ മോളിക്യൂളിൽ നിന്ന് ഹൈഡ്രജനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ H+ ആവും. ഈ H+നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രോട്ടോൺ എന്ന് പറയുന്നത്. പ്രോട്ടോൺ. പിന്നെ നമുക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് എലമെൻറ്റ് അതൊന്ന് ഹെഡിങ് ചെയ്യുക. റെപ്രസെൻറ്റേഷൻ ഓഫ് എലമെൻറ്റ് ഒരു എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. XAZ എന്നായിരിക്കും. XAZ കഴിഞ്ഞ വർഷം പഠിച്ച. അതിൽ A എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പറാണ്. മാസ് നമ്പർ അഥവാ അറ്റോമിക് മാസ് എന്നും പറയും. രണ്ടും എഴുതിയിട്ടേക്കണം. Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറാണ്. ഇനിയും ഓരോന്നിനും എന്താണെന്നുള്ള കാര്യം പറയാം. അതായത് ആദ്യം അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ അറിയാലോ, Z വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരാറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണ് അറ്റോമിക് നമ്പർ പറയുന്നത്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം. It is the number of proton and neutron in an atom. രണ്ടിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. ഒരു ന്യൂട്രൽ ആറ്റത്തിൽ എപ്പോഴും പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ എന്താണ്? ഇൻ ആൻ ആറ്റം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ. ഈ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ പ്രോട്ടോൺ ആൻഡിന് പകരം കുറച്ചുകൂടെ വ്യക്തം നല്ലത് ഓർ എന്ന് ചേർക്കുന്നതാണ് കേട്ടോ. ആൻഡ് വേണ്ട, ഓർ എന്നങ്ങ് ചേർത്താൽ മതി. പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ എണ്ണം ഓക്കെ ആണല്ലോ. ഇനി മാസ് നമ്പർ എന്ന് എഴുതാം.
mass number. It is the total number of proton and neutron in an atom. Proton ബാക്കിയായിട്ട് എഴുതിക്കോ. പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ are together called as nucleons. അതായത് പ്രോട്ടോണിനെയും ന്യൂക്ലിയോൺ എന്നാണ് വിളിക്കുന്നത്, ന്യൂട്രോണിനെയും ന്യൂക്ലിയോൺ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓർത്തോണം, ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? പ്രോട്ടോണിനെയും ന്യൂക്ലിയോൺ എന്നാണ് വിളിക്കുന്നത്, ന്യൂട്രോണിനെയും ന്യൂക്ലിയോൺ എന്നാണ് വിളിക്കുന്നത്. രണ്ടും ന്യൂക്ലിയോൺസാണ്, രണ്ടുപേരും ഒരുമിച്ച് വിളിക്കുന്നത് ന്യൂക്ലിയോൺസ് എന്നാണ്. അപ്പം അതായത് രണ്ടുപേരും ന്യൂക്ലിയോണാണ്. അതായത് നീയും ധനു, നിന്നെ ന്യൂക്ലിയോൺ എന്നാണ് വിളിക്കുന്നത്, അവനെ ന്യൂക്ലിയോൺ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇവിടെ ഇതിനകത്തുള്ള പ്രോട്ടോണിനെ ന്യൂട്രോണിനെയും വിളിക്കുന്ന പേര്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സോഡിയം Na1123. അപ്പോൾ ഈ 23 എന്ന് പറയുന്നതാണ് മാസ് നമ്പർ അല്ലേ? എ ആണല്ലോ. അതിനർത്ഥം എന്തുവാ? അതിനകത്തെ ന്യൂക്ലിയോണിൻ്റെ എണ്ണം 23ആണ്. ന്യൂക്ലിയോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്തെ പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം ടോട്ടൽ എത്ര, അതാണ് അതിൻ്റെ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ. അതായത് ഒരു പ്രോട്ടോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയോൺ ആണ്, ഒരു ന്യൂട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയോൺ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ ആൻ ആറ്റം, അതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അതും കൂടെ എഴുതിയിട്ടേക്കണം. അത് ഇപ്പോൾ ആവശ്യമില്ല ന്യൂക്ലിയോൺ, അടുത്ത വർഷം ന്യൂക്ലിയോൺ എന്നായിരിക്കും എല്ലാം പറയുന്നുണ്ടാവുക, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് ഒന്ന് എഴുതാം. എക്സാമ്പിൾ എന്ന് എഴുതാം. എക്സാമ്പിൾ സോഡിയം എടുക്കാം. Na1123. ഇവിടുത്തെ മാസ് നമ്പർ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 23 ആണ്. ഇവിടുത്തെ അറ്റോമിക് നമ്പർ Z എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ അതിനർത്ഥം ഇതിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട്? ഇതിനകത്ത് പ്രോട്ടോൺ എത്ര എണ്ണം ഉണ്ട്? ഇടുക്കി ഞാൻ 11. ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട്? 11. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. ആണോ? ആണ്. ഇവിടുത്തെ ന്യൂട്രോൺ എണ്ണം എന്താ? ന്യൂട്രോൺ എണ്ണം കണ്ടുപിടിക്കാൻ എപ്പോഴും എന്ത് ചെയ്താൽ മതിയോ? A - Z ചെയ്താൽ മതി. അതായത് 23 - 11 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 12. ഇതായിരിക്കും നമ്പർ ഓഫ് ന്യൂട്രോണിൻ്റെ എണ്ണം. കഴിഞ്ഞ വർഷം പഠിച്ചില്ലയോ? നോക്കുന്നുണ്ടോ? ഈ സെയിം സാധനം തന്നെ പഠിപ്പിച്ചാൽ ഇതേപോലെ ഈ ഓർഡറിൽ. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം. ഇനി അടുത്തത് നമ്മൾ ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോപ്പ് 3 സംഭവമാണ് പഠിക്കാൻ പോകുന്നത്. ഇതെല്ലാം ബേസിക് ആണ് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഹെഡിങ് എഴുതാം. ഐസോടോപ്പ് സെയിം atoms of same element having same atomic number but different mass number. അതായത് ഇപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ 118 എലമെൻറ്റ് നമുക്ക് പീരിയോഡിക് ടേബിളിൽ പഠിക്കാനുണ്ട്. ഈ 118 എലമെൻറ്റിനും ഐസോടോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത്
ഒരു എലമെൻറ്റ് ഒരൊറ്റ ഫോമിലല്ല ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, പല ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മാറ്റം എന്താണെന്നറിയാമോ? അതിൻ്റെ മാസ് നമ്പറിലുള്ള മാറ്റം. ആറ്റോമിക് നമ്പർ എല്ലാവർക്കും സെയിം ആയിരിക്കും. ഉദാഹരണം എടുക്കാം. ഹൈഡ്രജന് 3 ഐസോടോപ്പ് ഉണ്ട്. ഹൈഡ്രജൻ ഹാസ് 3 ഐസോടോപ്സ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ H11 ഉണ്ട്, H12 ഉണ്ട്, H13 ഉണ്ട്. നോക്കി, ആറ്റോമിക് നമ്പർ 3 പേരുടെ സെയിമാണ്, മാസ് നമ്പർ ഡിഫറെൻറ്റാണ്. ഇതിൻ്റെ ഒരാളുടെ പേര് പ്രോട്ടിയം എന്നും രണ്ടാമത്തെ ആളുടെ പേര് പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രീഷ്യം. അപ്പം അത് എഴുതിയിട്ടോ. ഇത് പ്രോട്ടിയം, ഇത് ഡിറ്റീരിയം, എഴുതിക്കോ ഇതിൻ്റെ കൂടെ ഡിറ്റീരിയം. മൂന്നാമത്തേത് ട്രീഷ്യം എഴുതിക്കോ, അത് എഴുതിയെടുത്തോണം. പ്രോട്ടിയം, ഡിറ്റീരിയം, ട്രീഷ്യം എഴുതിയോ? പേര് എഴുതണം. ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പ്, പ്രോട്ടിയം, ഡിറ്റീരിയം എന്ന് പറഞ്ഞാൽ DEU ആണ്. DEU TERIUM, ഡിറ്റീരിയം, ട്രീഷ്യം. എന്നിട്ട് എഴുതുക among these protium is ordinary hydrogen. Protium is ordinary hydrogen, and tritium is radioactive isotope of hydrogen. Radioactive isotope of hydrogen. അത് ഓർത്തോണം കേട്ടോ, ഒരു മാർക്കിനൊക്കെ ചോദിക്കും. വിച്ച് ഇസ് ദ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം. എഴുതിക്കോണം. കാർബണും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട് കേട്ടോ, എല്ലാത്തിനും ഉണ്ട്. കാർബൺ ഐസോടോപ്പ് 3 ഐസോടോപ്പ് ഏതാ? C612, C613, C614 എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്തത് ഐസോ ബാർ എടുക്കാം. ഐസോ ബാർ എന്നെടുക്കാം. ഐസോ ബാർ ഇവിടെ സെയിം എലമെൻറ്റിന് സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ആണെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് എലമെൻ്റ് ആയിരിക്കും, അവിടെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും, മാസ് നമ്പർ സെയിം ആയിരിക്കും. തിരിച്ചു വരും, നോക്കിക്കോളൂ. അപ്പോൾ ഇങ്ങനെ എഴുതാം. ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ് ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ് having same mass number but different atomic number. അതായത് ഡിഫറെൻ്റ് എലമെൻ്റ് ആയിരിക്കണം. നോക്കിയേ, കാർബണിന് 3 ഐസോടോപ്പ് ഉണ്ട്. നോക്കിയേ, കാർബൺ C612, ഇത് എഴുതരുതേ, ഞാൻ പറയാം, എക്സാമ്പിൾ പറയാനാണ്. C612, C613, C614. നൈട്രജൻ 2 ഐസോടോപ്പ് ഉണ്ട്, N714, N715. അപ്പോൾ നോക്കി, ഇവനും ഒരേപോലെയല്ലേ ഇരിക്കുന്നത്. നോക്കി, ഇവനും നോക്കി, ഡിഫറെൻ്റ് എലമെൻ്റ് ആണ്, ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്, പക്ഷെ മാസ് നമ്പർ എന്താ? സെയിം ആണ്. അപ്പോൾ ഇവരെ രണ്ടുപേരും നമുക്ക് എന്തായിട്ട് എടുക്കാം? ഐസോ ബാസ് ആയിട്ട് എടുക്കാം. അപ്പം അതും കൂടെ ഒന്ന് നോക്കിക്കോണം, അതും കൂടെ നോക്കിയോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇങ്ങനെ എഴുതിയാൽ മതി. എക്സാമ്പിൾ എന്താ? C614 ആൻഡ് നൈട്രജൻ 714. അതേപോലെ ആർഗണും കാൽസ്യം എടുക്കാം. ആർഗണ്ടത് 1840, കാൽസ്യത്തിൻ്റേത് 2040. കണ്ടോ? അപ്പോൾ ഡിഫറെൻ്റ് എലമെൻ്റ് ആണ്, ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്, മാസ് നമ്പർ സെയിം ആണ്. അടുത്തത് ഐസോടോൺ.
ഐസോടോൺ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഡിഫറെൻ്റ് എലമെൻ്റ് ആയിരിക്കും, പക്ഷേ അതിനകത്ത് ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. ഡിഫറെൻ്റ് എലമെൻ്റ് ആണ്, ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അത് നോക്കിയോ, ആറ്റംസ് ഹാവിങ് സെയിം number of neutrons but have different atomic numbers, different atomic numbers. അവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. C614 എടുക്കാം. അതേപോലെ തന്നെ നൈട്രജൻ്റെ രണ്ടാമത്തെ ഐസോടോപ്പ് C715 എടുക്കാം. നോക്കി, ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ന്യൂട്രോണിൻ്റെ എണ്ണം N = A - Z ആണ്. അപ്പോൾ ഇവിടെ 14 - 6 ആണ്. അപ്പോൾ എത്ര വരും? 8. ഇവിടെ ന്യൂട്രോൺ കണ്ടുപിടിക്കാൻ A - Z തന്നെയാണ്. ഇവിടെ എത്ര? 15 - 7 വരും. അപ്പോൾ എത്ര? 8. കണ്ടോ, ഡിഫറെൻ്റ് എലമെൻ്റ് ആണ്, ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്, ന്യൂട്രോണിൻ്റെ എണ്ണം ഈക്വൽ ആണ്. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇനി ഓക്സിജൻ്റെ വേണേൽ ഓക്സിജന് 2 ഐസോടോപ്പ് ഉണ്ട്. അതിലൊരു ഐസോടോപ്പാണ് 8, 16. ഓക്കെ, ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ A - Z ചെയ്ത് കഴിഞ്ഞാൽ 16 - 8 ചെയ്യുമ്പോൾ ഇവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം 8 ആണ്. ഇവർ 3 പേരും ഐസോടോൺസ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകണം. അടുത്തത് ആറ്റോമിക് മോഡൽസ്. ഹെഡിങ് കൊടുക്കുക, ആറ്റോമിക് മോഡൽസ്. അതിൽ ഓൾറെഡി ഒരു മോഡൽ നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ബാക്കിയുള്ളതാണ് പറയാൻ പോകുന്നത്. ആറ്റോമിക് മോഡൽസ്. അതിൽ ഫസ്റ്റ് ഡാൽട്ടൺസ് ഒഫീഷ്യൽ ആറ്റോമിക് മോഡൽ എന്ന് പറയുമ്പോൾ ഡാൽട്ടൺസ് ആറ്റോമിക് മോഡലായിരുന്നു. രണ്ടാമത്തെ J.J. തോംസൺ. അപ്പോൾ ഇനി നമ്മൾ J.J. തോംസൺ മുതലാണ് എഴുതാൻ പോകുന്നത്. എഴുതിക്കുക, തോംസൺ മോഡൽ ഓഫ് ആറ്റം. തോംസൺ മോഡൽ ഓഫ് ആറ്റം. J.J. തോംസൺ proposed the first atom model. The first atom model. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഡാൽട്ടൻ്റെ ആണല്ലോ എന്നുള്ളത്. ശരിക്കും അതിൻ്റെ സ്ട്രക്ചർ പരമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഈ എന്താണ് തോംസൻ്റെ. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് ആറ്റം മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് ഈസ് നോൺ ആസ്. ഈ തോംസൺ മോഡലിനെ വേറെ കുറച്ച് പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. അതാണ് പറയാൻ പോകുന്നത്. വിച്ച് ഈസ് നോൺ ആസ് ദ പ്ലം പുഡിംഗ് മോഡൽ. പ്ലം പുഡിംഗ് or raisin pudding or watermelon model. പ്ലം പുഡിംഗ്, റേസിൻ പുഡിംഗ് അല്ലെങ്കിൽ വാട്ടർമെലോൺ മോഡൽ. അതെന്തുകൊണ്ടാണ് ചോദിച്ചത്? വാട്ടർമെലോൺ പോലെ ഇരിക്കുന്നതാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ അത് തെറ്റാണ്. എന്നിട്ട് ഒരു ലൈൻ വിട്ടിട്ട് താഴോട്ട് എഴുതുക, അക്കോർഡിംഗ് ടു ദിസ് മോഡൽ an atom has a spherical shape.
spherical shape in which the positive charge is uniformly distributed. ഒരു ലൈൻ വിട്ടിട്ട് താഴോട്ട് എഴുതുക, ഒരു ലൈൻ വിട്ട് അടുത്ത ലൈനിൽ എഴുതുക. The electrons are distributed in it just like the seeds are distributed in watermelon. അടുത്ത ലൈനിൽ എഴുതുക, an important feature of this model is that. നിങ്ങളൊരു കാര്യം, ഞാൻ ഓരോ ലൈനിൽ അടുത്തടുത്ത ലൈനിൽ എഴുതാൻ പറ്റില്ല, എല്ലാം ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ കേട്ടോ. an important, ഇതൊരു ഡോട്ട്, അടുത്ത ഡോട്ട് ഇത്. an important feature of this model is that mass of atom is assumed to be uniformly distributed over the atom. This model was able to explain overall neutrality of atom. That is number of electrons will be is equal to number of protons. A neutral atomത്തിലാണ് protons. Number of electrons will be is equal to number of protons. ന്യൂട്രൽ ആറ്റത്തിൽ മാത്രം ചാർജിൽ വരുമ്പോൾ വേരിയേഷൻ ഉണ്ടാവും. എഴുതാനുണ്ടെങ്കിൽ പറയണം. നിങ്ങൾ വാട്ടർ മെലോൺ മുറിച്ച് കണ്ടിട്ടുണ്ടോ? വാട്ടർ മെലോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ? മുറിച്ച് കഴിഞ്ഞാൽ വാട്ടർ മെലോൺ ഇങ്ങനെ ഇരിക്കും അല്ല, ഞാൻ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഞാനങ്ങ് ഏകദേശം ഒരു ഇതങ്ങ് വരച്ച ഇങ്ങനെയല്ലേ ഇരിക്കുന്നത് ആണോ? ഇതിനകത്ത് സീഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനകത്ത് സീഡുകൾ അവിടെ ഇവിടെ ആയിട്ടായിരിക്കുന്നത്. ഈ ജെ തോംസൺ പറയുന്നത് ഒരാറ്റം ഈ വാട്ടർ മെലോൺ പോലെ ആയിരിക്കുന്നത്. അതിൻ്റെ പോസിറ്റീവ് ചാർജ് ഫുൾ എന്ത് ചെയ്തിരിക്കുക? ഈ ചുമല പോർഷൻ ഫുൾ അതിൻ്റെ പോസിറ്റീവ് ചാർജ് ആണെന്നും അതിനകത്ത് എംബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുഴിഞ്ഞിരിക്കുന്ന സീഡുകളെ ഇലക്ട്രോൺ ആയിട്ടുമാണ് പുള്ളി എന്ത് ചെയ്തത്? സങ്കല്പിച്ചത്. പക്ഷെ അങ്ങനെയാണോ ആറ്റം ഇരിക്കുന്നത്? അല്ല. മനസ്സിലായോ? ആറ്റം ഇരിക്കുന്നത് എന്നിട്ട് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ആറ്റത്തിൻ്റെ മൊത്തം മാസും ഇങ്ങനെ ആറ്റത്തിൻ്റെ എൻറ്റയർ സ്പേസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ ആറ്റത്തിൻ്റെ മൊത്തം മാസ് എവിടെ ആയിരിക്കുന്നതെന്ന് അറിയോ? ആറ്റത്തിൻ്റെ കൃത്യം സെൻട്രൽ ന്യൂക്ലിയസിലായിരിക്കുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം ഷെല്ലാണ്, ബാക്കിയുള്ളിടത്തെല്ലാം എം ടി സ്പേസുകൾ ഇഷ്ടത്തിനുണ്ട്. എൻ്റെ ഇവിടെ സ്പേസ് ഉണ്ട്. ഇതിനകത്ത് മാത്രമാണ് എന്തിനുള്ളത്? മാസ് ഉള്ളത്. ആറ്റത്തിൻ്റെ മാസ് ഫുള്ള് ന്യൂക്ലിയസിലായിരിക്കുന്നതിന് പിന്നീട് കണ്ടുപിടിച്ചു. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഒരാറ്റത്തിന് വാട്ടർ മെലോൺ ആണെന്നും ഈ വാട്ടർ മെലോണിൻ്റെ എൻറ്റയർ അല്ലെങ്കിൽ ഈ യൂണിഫോം ആയിട്ട് ഈ ആറ്റത്തിൻ്റെ മാസ് ഫുള്ള് ഇതിൻ്റെ എൻറ്റയർ സ്പേസിൽ ഫുള്ള് എന്ത് ചെയ്തിരിക്കുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷേ പുള്ളി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. എന്താണെന്നറിയാമോ? പുള്ളി പറയുന്നത്
പോസിറ്റീവ് ചാർജ് എത്രയുണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് കാണുമെന്നാണ് പറയുന്നത്. അത് പിന്നീട് വന്നത് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓവറോൾ ന്യൂട്രാലിറ്റി ഓഫ് ആറ്റമാണ്. അതാണ് നമ്മൾ ഇതിൻ്റെ ഇവിടെ പറയുന്നത് ഏറ്റവും ലാസ്റ്റിൽ. അതായത് ന്യൂട്രാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ഫീച്ചർ കണ്ടോ, ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് മോഡൽ ഈസ് ദാറ്റ് മാസ് ഓഫ് ആറ്റം ഈസ് അസ്യൂംഡ് ടു ബി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ആറ്റം. ആറ്റം മൊത്തത്തിൽ അതിൻ്റെ മാസ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റാണ്. ആറ്റത്തിനകത്ത് ഒത്തിരി എംറ്റി സ്പേസുകൾ ഉണ്ടെന്നൊക്കെ ഉള്ളത് പിന്നീട് കണ്ടുപിടിച്ചു. നടുക്ക് മാത്രമാണ് ആറ്റത്തിൻ്റെ മാസ് ഉള്ളതെന്നുള്ള കാര്യം പിന്നീട് കണ്ടുപിടിച്ചു. ഇതിനെ പ്ലം പുഡിംഗ് മോഡലിനും വാട്ടർ മെലോൺ മോഡലിനും അതല്ലേ റൈസൻ പുഡിംഗ് മോഡലിനും ഒക്കെ എന്ത് ചെയ്യുന്നു, വിളിക്കപ്പെടുകയുണ്ടായി. അതായത് ഇതിൻ്റെ സീഡുകൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞില്ല പ്ലം കേക്ക് ഇരിക്കുന്ന പോലെ എന്താണ് പ്ലം കേക്കിനകത്ത് ചെറിയ ചെറിയ മുന്തിരികളും പ്ലമ്മും എവിടെ ഇരിക്കുന്നത്, ഓരോരോ പോർഷനിലായിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാം എന്താ ആ കേക്കാണ്, ഇല്ലേ? ശരിയല്ലേ? അപ്പം ആ കേക്ക് ഇരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ് ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ചാർജ് ആയിട്ടും അതേപോലെ തന്നെ ബാക്കി ആ മറ്റേ ചെറിയ ചെറിയ സീഡുകളെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്ലം കേക്കിനകത്ത് ചെറിയ ചെറിയ പ്ലമ്മിനെയും അല്ലെങ്കിൽ ചെറിയ ചെറിയ മറ്റേ മുന്തിരിങ്ങയെയും ഒക്കെ എന്താ നമ്മൾ ഇലക്ട്രോൺസ് ആയിട്ടാണ് നമ്മളെ നല്ല ഉള്ളിൽ സങ്കല്പിച്ചത്. അത് പിന്നീട് തെറ്റാന്ന് പ്രൂവ് ചെയ്തു. ഒരിക്കലും ആറ്റം ഇങ്ങനെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടല്ല ഇരിക്കുന്നത്, ഒത്തിരി സ്പേസുകളുണ്ട്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓരോടും ചോദിക്കാം. ജ്യോതിസൊക്കെ ഓക്കെ ആണോ? ജ്യോതിസ്, അലൻ, അനഘ, ഓക്കെയാണ്. അർജുൻ, ക്രിസ്ത്യൻ, പാർവണ, ഗായത്രി. ഓക്കെ സർ. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ ചാപ്റ്റർ